ഇറങ്ങടാ പുറത്തെ. ഈ തോന്നിവാസികളൊക്കെ വിളിച്ചോണ്ടൊന്ന് കൂത്താടാൻ ഇതെന്താ ക്ലബ്ബാണെന്ന് വിചാരിച്ചോ? ഇയാളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവര് വന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ചാണോ വന്നത്? താല്പര്യം ഇല്ലെങ്കിൽ പറയണം. താല്പര്യമില്ല. ഈ വാദ്യാരി പണി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഈ പണിക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, എന്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ച 10 ലക്ഷം ഇല്ലേ, അത് തന്നേക്ക്. എന്തൊന്നും മിണ്ടാത്ത? അല്ല, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ശരിക്കിരുന്ന് ആലോചിച്ചോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, കുറച്ചു മുമ്പ് തോന്നിയാസുകൾ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ, അവരെ കൊണ്ട് തന്നെ വരും. ഇല്ലടാ, അവന്റെ മൊബൈലിലേക്ക് സ്കൂളിലെ കുട്ടികളെ കൂട്ടുകാരെ ചേർന്ന് അലങ്കോലമാക്കുക, അവിടുത്തെ എച്ചമ്മനോട് പരസ്യമായി വഴക്കുകൂടി ജോലി അവസാനിപ്പിച്ച് തിരിച്ചു പോരുക, ഇതിലും വലിയ ദ്രോഹം ഇനി നീ ഞങ്ങളോട് ചെയ്യാനുണ്ടോ? അമ്മ നിർത്തുന്നുണ്ടോ? വന്നപ്പോ മുതൽ തുടങ്ങിയതാ മനുഷ്യന്റെ തലയ്ക്കാണെങ്കിൽ ആകെ ഭ്രാന്തെടുക്കുക. നിനക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. ഞാൻ പറയുന്ന കുറ്റം അച്ഛനെ അറിയുന്ന ആരെങ്കിലും അറിഞ്ഞ? അച്ഛൻ അറിയുന്ന ആരെങ്കിലും, അച്ഛൻ പഠിപ്പിച്ച ആരെങ്കിലും, അപ്പൊ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് സഹിക്കണമെന്നാണോ? നീ ആരെയും സന്തോഷിപ്പിക്കണ്ട, നാണം കടത്താതിരുന്നാ മതി. സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ ഇനി ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, അത് നിന്റെ ഇഷ്ടം. പക്ഷേ നാളത്തെ ചടങ്ങിന് നീ വരണം. എനിക്ക് പറ്റൊന്നുമില്ല. സ്വന്തം മകൻ അച്ഛനോട് സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനെങ്കിലും നീ വരണം. മോനെ നിക്കട അവിടെ, നീ വല്ലതും കഴിച്ചിട്ട് പോ. ഞാൻ വന്ന കാര്യം ആദ്യം അച്ഛനോട് ശരിയാക്കി തരാൻ പറ, എന്നിട്ട് മതി കഴിക്കലും കഴിപ്പിക്കലും ഒക്കെ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കാശ് വെച്ചാൽ അച്ഛൻ എന്ത് ചെയ്യും? ഇവൻ പറയുന്നതിലും കാര്യമില്ലേ? ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഇവനൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ വേണ്ട പരിഹരിക്കാൻ. ഒരു ഉച്ചക്കഞ്ഞി പള്ളിക്കൂടെ റബ്ബർ നോക്കി നടന്നല്ല ബിസിനസ്. ആ ഉച്ചക്കഞ്ഞി പള്ളിക്കൂടത്തിൽ കിട്ടിയ കാശ നീ കൊണ്ടുപോയി തൊലച്ചത്. എന്നിട്ടോ ആ സ്കൂളിനോടൊരു പുച്ഛോ. ആട്ടെ, എന്റെ പൊന്നുമോൻ ഇതുവരെ ചെയ്ത ബിസിനസിന്റെ ലാഭം എന്തിയെ? മുതലെങ്കിലും ഉണ്ടോ? അതോ അതും നശിപ്പിച്ചോ? എന്നെ ലാഭവും നഷ്ടമൊന്നും പഠിപ്പിക്കാൻ ആരും വരണ്ട. ആര് വരുന്നു? ഞാൻ ആരും ഒന്നും പഠിപ്പിക്കാൻ വരുന്നില്ല. പക്ഷേ സുഭദ്രയ്ക്കും കൂടി അവകാശപ്പെട്ട പൈസയാണ് നീ കൊണ്ടുപോയി തൊലച്ചതെന്ന് ഓർമ്മ വേണം. ചേട്ടൻ ടീച്ചറമ്മ ഇടയ്ക്കൊന്ന് പോയി കാണാത്തത് വളരെ മോശമാണ്. എന്ത് മോശം? എനിക്കവരെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. നീ ഇതേ പറയുള്ളൂ എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ബിസിനസിന്റെ കാര്യം ഒന്നും പറഞ്ഞ 5 നയാ പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് നീ കരുതണ്ട. വേണ്ട, തരണ്ട, എല്ലാം കൂടി ഇവക്ക് കൊടുക്ക്. നെക്സ്റ്റ്. അടുത്ത വർഷത്തേക്ക് കുറെ കൂടെ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും ഒക്കെ വരുന്നുണ്ടെന്ന് എറണാകുളത്തെ ഡിപ്പോയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവരോട് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറയൂ. അല്ല മാഡം, ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്കുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ കുറെ കൂടെ കൂടുതൽ വന്നാലോ? എന്റെ ചാക്കോ സാറേ, പുസ്തകങ്ങളുടെ എണ്ണം കൂടിപ്പോയിന്ന് പറഞ്ഞ് ഏതെങ്കിലും അപ്പനമ്മയും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കൊടുത്താൽ അവരെ അങ്ങ് വാങ്ങിക്കോളൂന്നേ. പിന്നെ പുസ്തകം കൂടുന്നത് സ്കൂളിനൊരു ക്രെഡിറ്റാ. അത് കള. ഡൽഹിന്ന് IICTക്കാർ വരാറായി. 2-3 ആശ്രമക്കാരെയും പള്ളിക്കാരെയും വെട്ടിയാ ഞാൻ ആ കോളേജ് പിടിച്ചത്. സാർ ഏറ്റ സംഗതി വല്ല നടക്കൂ? അല്ല, അത് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാം കൂടെ അങ്ങോട്ട് ഒരു എന്തൊക്കെയായാലും മുടക്കിയ കാശ് എനിക്ക് വെള്ളത്തിൽ കളയാൻ പറ്റുകയില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ തന്നെ കളത്തിലിറങ്ങാം. ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടി മാഷിന്റെ അനുസ്മരണം നടക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്ന ശ്രീ ബാലഗോപാൽ നയേസിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ഒരു കഥയാണ്. മഹാവികൃതിയായ ഒരു കുട്ടിയുടെ കഥ. അവന്റെ സ്കൂളിന്റെ ക്ലാസ് മുറികൾക്ക് തണലായി മുറ്റം നിറയെ വാഗമരങ്ങളുണ്ടായിരുന്നു. അപ്പുറത്തെ പാടങ്ങളിൽ നിന്നും കൊയ്ത്തുപാട്ടിന്റെ പതിഞ്ഞ താളവുമുണ്ടായിരുന്നു. ഇടനാഴികളിൽ പുൽത്തൈലത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും മുകളിൽ എന്റെ കൃഷ്ണമാഷും ഉണ്ടായിരുന്നു. റേഷൻ കടക്കാരന്റെ മകൻ ഒരു റേഷൻ കടക്കാരനും ചായക്കടക്കാരന്റെ മകൻ ഒരു ചായക്കടക്കാരനുമാകുമായിരുന്ന ആ കാലത്ത് ഒരു കള്ളുഷാപ്പുകാരന്റെ മകനായ ഞാൻ ജില്ലാ കളക്ടറാവാൻ കാരണം എന്റെ കഴിവല്ല,
ആ കാരണത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, എൻ്റെ കൃഷ്ണൻ മാഷ്. എൻ്റെ എല്ലാ തെറ്റുകളോടും കുറവുകളോടും കൂടി തന്നെ മാഷ് എന്നെ സ്നേഹിച്ചു. ഞാൻ അറിയാതെ തന്നെ എന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. ശബ്ദമുയർത്തിയുള്ള ശാസനകളോ ചൂരൽ കൊണ്ടുള്ള പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മനസ്സിലെ അന്ധകാരം നീക്കുന്ന ആളാവണം ഗുരുനാഥൻ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ തലമുറയിൽ ശമ്പള സ്കെയിൽ നോക്കിയും സ്കൂൾ കെട്ടിടത്തിന്റെ ആഡംബരം മോഹിച്ചും പഠിപ്പിക്കാനെത്തുന്ന പുതിയ ഗുരുക്കന്മാർക്ക് കുട്ടികളിൽ നിന്നും ഒരു വാര അകലെ നിൽക്കുന്ന മിസ്സും മാഡവും സാറുമൊക്കെ ആകാനേ കഴിയുന്നുള്ളൂ. നമ്മുടെ മാഷന്മാരാകുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആശ്വസിക്കാം, അല്ല അഭിമാനിക്കാം. ഇന്നിവിടെ ഞാനൊരു മുഖം കണ്ടു, എൻ്റെ കൃഷ്ണമാഷിന്റെ മകൻ. സോഫ്റ്റ്വെയർ കമ്പനികളിലെ ഇടുങ്ങിയ കുബിക്കിൾസിൽ അവനവനോട് കള്ളം പറഞ്ഞ് മത്സരിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരിൽ നിന്നും അതൊന്നും വേണ്ടാന്ന് വെച്ച് അച്ഛൻ കൊളുത്തിവെച്ച് വിളക്കിന്റെ വഴിയിലൂടെ നടക്കുന്ന ആ മകൻ വരും തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഉദാഹരിക്കാൻ കൃഷ്ണൻ മാഷിന് പകരം അനൂപ് മാഷ്. എനിക്ക് അസൂയ തോന്നുന്നു ഈ ചെറുപ്പക്കാരനോട്, ഒപ്പം അഭിമാനവും. കൃഷ്ണൻ മാഷ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് ദൈവം അദ്ദേഹത്തിന് നൽകിയ സമ്മാനമാവണം ഈ പുത്രൻ. എന്റെ സ്കൂൾ മുറ്റത്ത് നിന്നും കൊഴിഞ്ഞുപോയ വാഗമരങ്ങൾക്കും കൊയ്ത്തുപാട്ടിനുമൊപ്പം കൃഷ്ണൻ മാഷ് മറയുന്നില്ല. അദ്ദേഹം ഇയാളെ കൂടി ജീവിക്കുന്നു. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ കൃഷ്ണൻ മാഷിന്റെ പേരിലുള്ള ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കളക്ടറുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നമ്മുടെ ഞാനൊന്ന് ശരി ഞാൻ പിടിച്ചു വാങ്ങുന്ന ഒരു പ്രസംഗമാണിത്. ഈ വേദിയിൽ സംസാരിക്കാൻ ഞാൻ അർഹനല്ല. എങ്കിൽ പോലും ഒരച്ഛനെ മകൻ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള നല്ല വാക്കുകൾ കൂടിയാകുമ്പോൾ അതിനെ ഭാഗ്യം എന്ന് വിളിക്കണോ നിർഭാഗ്യം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കളക്ടർ സാറ് അച്ഛനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ എന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ലജ്ജിക്കുകയും ചെയ്യുന്നു. സാർ പറഞ്ഞതുപോലെ വൈറ്റ് കോളർ ജോബ് വേണ്ടാന്ന് വെച്ച് അധ്യാപകനാകാൻ വേണ്ടി വന്ന മഹാനൊന്നുമല്ല ഞാൻ. 5 അക്ക ശമ്പളത്തിൻ്റെ പകിട്ടിൽ വലിയ ആകാശങ്ങൾ നോക്കി നടന്ന ഒരു സ്ഥിരം ഭാഗ്യാന്വേഷി മാത്രമായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പുച്ഛമായിരുന്നു ഒരു അധ്യാപകന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തോട്, സമൂഹത്തിലെ മതിപ്പിനോട്, അയാളുടെ ജീവിത ശൈലിയോട്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു, ഒരധ്യാപകന്റെ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഓർമ്മകളിലൂടെ എക്കാലവും ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒരു കനപ്പെട്ട ബാങ്ക് ബാലൻസിനും പകരം വയ്ക്കാനാവില്ല ഈ സ്നേഹം, ആദരവ്. ഒറ്റ ദിവസം കൊണ്ട് ഞാനൊരു ഗംഭീര അധ്യാപകനാകും എന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ കൃഷ്ണൻ മാഷ് എന്ന അധ്യാപകന്റെ പേരിന് ഒരു കളങ്കവും വരാതിരിക്കാൻ, അധ്യാപകൻ എന്ന വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കാൻ. അമ്മേ, ഒന്നിങ്ങടെ വന്നേ. ഒരാൾ ഒരുങ്ങിയിരിക്കുന്ന കണ്ടോ? അതും ഇത്ര നേരത്തെ.
ആ എഴുത്തും പടമുള്ള ഡ്രസ്സൊക്കെ പോയപ്പോ തന്നെ നല്ലൊരു ഐശ്വര്യം വന്നു. ഇനി എന്നും നീ ഇങ്ങനെ പോയാ മതി. പ്രസംഗം മാത്രല്ല അമ്മേ, പ്രവൃത്തിയും തുടങ്ങിയെന്നാ തോന്നുന്നത്. പോടി. ഏതായാലും ബാലഗോപാലൻ സാറിനെ വിളിച്ചൊരു താങ്ക്സ് പറയണം. നീ ഇന്നലെ അവിടെ പറഞ്ഞതെല്ലാം അച്ഛന് കൊടുത്ത വാക്കുപോലെ എനിക്ക് തോന്നിയത്. അമ്മയും ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ശരി അമ്മ, പോട്ടെ.